ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വിൻഷീലോസിന്റെ ഒരു പരാതി, അത് എക്സൈസ് അന്വേഷിക്കുമോ? അത് ഇന്നലെ ഹോട്ടൽ റെയ്ഡിനിടെ ഇയാൾ ഇറങ്ങി ഓടിയതായി പറയുന്നുണ്ട്. എക്സൈസിന് അല്ല പരാതി ലഭിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് പരാതി കൊടുത്തു എന്നാണ്. എക്സൈസിന് അത് സംബന്ധിച്ച പരാതി അമ്മ കൈമാറിയാൽ തീർച്ചയായിട്ടും അന്വേഷിക്കും. മാത്രമല്ല, മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച ഏത് വെളിപ്പെടുത്തലുകളും ഏത് വിവരങ്ങളും ഗൗരവമായി തന്നെ എക്സൈസ് എടുക്കും. പരാതി കിട്ടിയാൽ പരാതി അന്വേഷിക്കും. പക്ഷേ വെളിപ്പെടുത്തലുകളും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ചെയ്യും. കാരണം ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വെളിപ്പെടുത്തലും ഒരു ഇൻഫർമേഷനും ലഘുവായിട്ടല്ല എക്സൈസ് എടുക്കുന്നത്, വളരെ ഗൗരവത്തോടെയാണ്. സ്വാഭാവികമായിട്ടും ഷൈനെതിരെ നേരത്തെ ഒരു കേസുണ്ടായി. പക്ഷെ വേണ്ടത്ര രീതിയിൽ വാദവും തെളിവെടുപ്പ് നടന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ വിട്ടുന്നതാണ് ഉയർന്ന ആരോപണം. ഇദ്ദേഹം നിരന്തരമായി ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറഞ്ഞിരിക്കുന്ന ഒരു കക്ഷിയാണ്. ആ കേസിൻ്റെ കാര്യം നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. അത് ഉണ്ടായത് UDF സർക്കാരിൻ്റെ കാലത്താണ്. കോടതി നിശിതമായിട്ട് പോലീസിനെ വിമർശിക്കുകയും ചെയ്തു. വെറുതെ വിട്ടത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളുടെ പേരിലാണ് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന് ഈ ഗവൺമെൻറ് ഉത്തരവാദിയല്ല. ഞാൻ നിയമസഭയിൽ തന്നെ അത് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ അതാണ് അക്കാര്യത്തിലുള്ളത്. ബാക്കി വരുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കും. പല ഘട്ടങ്ങളിൽ മുമ്പിൽ ഏതെങ്കിലും വ്യക്തി എന്നുള്ളതല്ലല്ലോ, വരുന്ന പരാതികൾ, ലഭിക്കുന്ന വിവരങ്ങൾ, അത്തരം കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനയും അന്വേഷണമൊക്കെ നടക്കും. ഒരു വനിതയാണ്, അഭിനേത്രിയാണ്. അവർ അത്തരമൊരു വെളിപ്പെടുത്തൽ അവരുടെ തൊഴിലിടത്തെ പറ്റിയാണ് നടത്തിയത്. സ്വാഭാവികമായിട്ടും അതിന് അത്രയും വലിയ ഗൗരവം തന്നെയുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ കാണും. പിന്നെ അവർ വെളിപ്പെടുത്തിയതിൽ ഒരു ഭാഗം പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഒരു മിസ്ബിഹേവിയർ എന്നുള്ള ഒരു പരാതിയുണ്ട്, അത് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ലഹരി ഉപയോഗം സംബന്ധിച്ച് അതിപ്പോൾ സെലിബ്രിറ്റി ആവണമെന്നില്ല, ആര് നടത്തുന്ന വെളിപ്പെടുത്തൽ, ഇത്തരം വിവരങ്ങൾ നൽകാൻ ഒരു വാട്സാപ്പ് നമ്പർ തന്നെ എക്സൈസ് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന ഓരോ വിവരവും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ പരസ്യമായിട്ട് നടത്തുന്ന വെളിപ്പെടുത്തലും ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കും. പല ഘട്ടങ്ങളിലും വളരെ കുറച്ച് നടന്മാരെ കുറിച്ച് നിരന്തരമായ പരാതികൾ ഈ ലഹരി ഉപയോഗമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ എക്സൈസിന് കാര്യമായി ഇടപെടാൻ കഴിയുന്നുണ്ടോ? എങ്ങനെയാണ്? എക്സൈസ് ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ട്. നിങ്ങൾ ഈ സെലിബ്രിറ്റി കേസ് മാത്രം നോക്കുന്നുകൊണ്ടുള്ള പ്രശ്നമാണിത്. ഇപ്പോൾ കഴിഞ്ഞൊരു മാസം ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് മാർച്ചിൽ നടപ്പാക്കിയതിന് ശേഷം ഒറ്റ മാസം കൊണ്ട് 1,17,000-ത്തിലധികം വാഹന പരിശോധന, 14,000 റെയ്ഡ്, 10,000-ത്തോളം കേസ്, 3,000 അറസ്റ്റ്. ഇതാണ് എക്സൈസ് നടത്തിയിട്ടുള്ളത്. ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയില്ല. മയക്കുമരുന്നിനെതിരായിട്ടുള്ള യുദ്ധമാണ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, മയക്കുമരുന്നിനെതിരായ യുദ്ധമാണ്. പോലീസും എക്സൈസും സംയുക്തമായി ആ യുദ്ധം നയിക്കുന്നു. സമൂഹത്തിൻ്റെ ആകെ പിന്തുണ അതിനുണ്ട്. അതിൽ ഒരു മേഖലയിലും ഇത് പാടില്ല എന്നുള്ളതാണ് നിലപാട്. അത് അവർ പരിശോധിച്ച്, ഞാൻ പറഞ്ഞല്ലോ, അതിനൊരു ഭാഗം പോലീസാണ് നോക്കേണ്ടത്. ബാക്കി കാര്യം അവർ പരിശോധന നടത്തും. അത് നിർദ്ദേശം മന്ത്രി നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ കേസെടുക്കുന്നത്. അവരന്വേഷിച്ച് കണ്ടെത്തിയിട്ടല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം കൂടി, അങ്ങയുടെ മണ്ഡലമാണ്, ചുമതലയുള്ള സ്ഥലം കൂടിയാണ് പാലക്കാട്. മണ്ഡലം തൃത്താല ജില്ലയാണ്, ജില്ലയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഹെഡ് ഗവാറിന്റെ പേര് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അവർ പണിയുന്ന ഒരു സ്ഥാപനത്തിൽ ഇടുന്നു. അതൊരു ഭൂഷണമായ കാര്യമാണോ? ഹെഡ് ഗവാർ സ്വാതന്ത്ര്യ സമര സേനാനിയല്ല. ഹെഡ് ഗവാർ ഏതെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിലോ പദവികളിലോ ഇരുന്നിട്ടുള്ള ആളല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഒരു സർക്കാർ പദ്ധതിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് വ്യക്തമാകുന്നില്ല. അത് അനുചിതമാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഒന്നുകിൽ സ്വാതന്ത്ര്യ സമര സേനാനിയാണോ, ഭഗത് സിംഗിനെ പോലുള്ള ആളാണോ, ശരിയാണ്, അത് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അതുപോലെ പ്രസിഡന്റോ ഒക്കെ ആയിരുന്ന ആളാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയാൽ പരിശോധിക്കും.